ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് വന്നേക്കുന്നത് കിങ് ഓഫ് കൊത്തയുടെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ പൊന്നേ, നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയത് കിങ് ഓഫ് കൊത്തയുടെ ടീസർ റിയാക്ഷൻ ആയിരുന്നു. ഞാനിപ്പം നിങ്ങൾക്കറിയാമല്ലോ, ഞാനിപ്പോൾ തുടങ്ങിയിട്ട് എത്ര കാലമെന്നുള്ളത്. അപ്പം അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടി തന്നത് നമ്മുടെ സ്വന്തം ദുൽഖർ സൽമാൻ്റെ കിങ് ഓഫ് കൊത്തേൻ്റെ റിയാക്ഷൻ ആയിരുന്നു. അപ്പം ഞാൻ ട്രെയിലറിന് വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ. ബിക്കോസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റിയാക്ഷൻ നമ്മുടെ ടീസർ എന്ത് പൊളിയായിരുന്നു, ലൈക്ക് എന്തൊരു അടിപൊളിയായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു. ഞാനൊരു മൂവി ബഫാണ് കേട്ടോ. ലൈക്ക് ഏത് സിനിമ ഇറങ്ങിയാലും ഫാൻ ഷോയ്ക്കൊക്കെ പോകണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. അപ്പം ഞാനാണ് കിങ് ഓഫ് കൊത്തയുടെ ട്രെയിലർ ഇറങ്ങണം, അത് തിയേറ്ററിൽ വരുന്നത് അപ്പം പോയി കാണണം, അങ്ങനെയൊക്കെ ഭയങ്കര ഇതായിട്ടിരുന്ന. അപ്പോഴാണ് നമ്മുടെ സ്വന്തം ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. പോയി കാണണം. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ നിങ്ങളോട് തന്നെ കാണാമെന്ന് ഓർത്താണ്. അതുകൊണ്ട് നിങ്ങൾക്കറിയാലോ, ഞാൻ ഒരിക്കലും ഒരു ടീസർ അല്ലെങ്കിൽ ട്രെയിലർ ഞാൻ കണ്ടിട്ടല്ല പിന്നെ വരുന്നത്. ഞാൻ നിങ്ങളോട് തന്നെയാണ് അപ്പം ഇരുന്നാണ് കാണാറുള്ളത്. എന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്തൊക്കെയാണ് സംഭവം ഉള്ളതെന്ന്. അപ്പോൾ എന്തായാലും ജേക്സ് ബിജോയിൻ്റെ മ്യൂസിക്കും ദുൽഖർ സൽമാൻ എല്ലാം കൂടെ അടിപൊളിയായിരിക്കും. സോ ലെറ്റ്സ് വാച്ച് ദ ട്രെയിലർ ഗൈസ്. എക്സൈറ്റഡ് മാക്സ്. മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലൊക്കെ ഉണ്ട്. ഓക്കെ, ഓഫ് കോഴ്സ്. രാജുവിന് ചെറുപ്പത്തിലെ അംബിഷൻ അവന്റെ അച്ഛനെ പോലെ പേരെടുത്ത് റൗഡിയാവണമെന്ന്. അന്നീ കൊത്ത വരച്ചിരുന്നത് രാജുവായിരുന്നു. അവനെല്ലാം നേർക്കുനേരെയാണ്. അവനൊരു വീര പരിവേഷം ഉണ്ടായിരുന്നു. എന്റെ പൊന്നോ, നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന ചേച്ചി? ഒന്നും ചെയ്യുന്നില്ല ചേട്ടാ, ഒന്നും ചെയ്തില്ല. ഇവിടെ ഞാനാണോ ഗവൺമെന്റ്? A real man will carry his love to the grave. കൊത്തയിലേക്കുള്ള ടച്ച് ഡോസ്. അവന് ലക്ഷ്യങ്ങളില്ല, അങ്ങനെയുള്ളവർ ഭയക്കണം. ഇങ്ങനെ കുടിച്ചാൽ നിനക്ക് അധികം ആയുസ് ഉണ്ടാവില്ല. കൊത്ത നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഈ മ്യൂസിക് ആണ് കേട്ടോ മെയിൻ. ഈ മ്യൂസിക് ആണ്. വർഷങ്ങൾക്ക് ശേഷം സ്വന്തം യജമാനെ കണ്ട നായെ പോലാണ് കൊത്ത. ആദ്യം ഒന്ന് കുരയ്ക്കും, പിന്നെ വാലാട്ടിക്കൊണ്ട് ഓടി വരും, പിന്നെ കാൽക്കൾ വന്ന് കിടക്കും. എനിക്ക് കാണണം. എനിക്ക് കാണണം. നമ്മൾ എന്താണ് ഇപ്പൊ കണ്ടത്? എനിക്കും കാണണം പുള്ളീനെ, കോപ്പ്. ഓ മൈ ഗോഡ് ഗൈസ്, എന്താണ് പറയേണ്ടത്? നിങ്ങൾ പറ, എന്താണ് നമ്മൾ പറയേണ്ടത്? ഈ ദുൽഖർ സൽമാൻ ഇങ്ങനെ ഓരോ സിനിമ ചെയ്യേണ്ടത് നമ്മളിങ്ങനെ ഇരിക്കും ഷോ എന്ന് പറഞ്ഞിട്ട്. എന്തൊരു അടിപൊളിയല്ലേ, എന്തൊരു അടിപൊളിയാ. ആക്ച്വലി ഐശ്വര്യലക്ഷ്മി നൈരാവശ്യമൊക്കെ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. എല്ലാവരും കണക്കാണ്, എല്ലാവരും അടിപൊളിയായിട്ടാണ്. അനിക സുരേന്ദ്രൻ, ചെമ്പ വിനോദ്, എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് ഇതിൻ്റെ അഭിനയിച്ചേക്കണത്. ആൻഡ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ജേക്സ് ബിജോയ് സാറാണ്. ഇതിൻ്റെ അകത്ത് മെയിൻ മ്യൂസിക് ഉണ്ടല്ലോ, എനിക്ക് പാടിത്തരാൻ കിട്ടുന്നില്ല. ഇപ്പം മറ്റേ ടീസറിലൊക്കെ ഉണ്ടായിരുന്ന മ്യൂസിക് ഉണ്ട്. എന്തൊരു ക്യാച്ചിയ മ്യൂസിക്കിലേക്ക് നമുക്കത് കേൾക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ഇരുന്നു അടിപൊളി എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ അകത്ത് ഇപ്പം കിങ് ഓഫ് കൊത്തയിലെ പാട്ട് ഇറങ്ങിയതല്ല, ആ പാട്ടും ട്രെൻഡിങ് ആയിരുന്നു. കലാപക്കാര ആ പാട്ടാണെങ്കിൽ അതിൻ്റെ ഹുക്ക് സ്റ്റെപ്പും എല്ലാം ഭയങ്കര അടിപൊളിയായിട്ട് ട്രെൻഡിങ് ആൻഡ് വൈറലാണ്.
ഓ എന്തായാലും എൻ്റെ പൊന്നെ ഈ ട്രെയിലർ കണ്ടിട്ട് എൻ്റെയൊക്കെ ആവി ഇങ്ങനെ പോയിരിക്കുകയാണ്. ഭയങ്കരമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി ട്രെയിലർ കാണാം. നിങ്ങൾ ഇത് കണ്ടിട്ട് ട്രെയിലർ കാണാം അല്ലേ? വേണ്ട, നിങ്ങളിത് കണ്ടോണ്ട് നിങ്ങൾ എന്തായാലും ഇത് കാണാം. ഓക്കെ, അപ്പോൾ ശരി, എന്തായാലും സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.